യഥാർത്ഥത്തിൽ ശബരിമല സംരക്ഷണ സംഗമം എന്തിന് എന്നുള്ളതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നു. എന്തിനാണ് ശബരിമല സംരക്ഷണ സംഗമം, എന്താണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം പുറത്തു വന്ന ചില സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ല. 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ട വിവരം ദേവസ്വം ബോർഡ് മനഃപൂർവ്വം മൂടിവെച്ചു, ബോധപൂർവം പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചു. ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും ഇല്ല. അത് ഈ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ട വിവരം ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും ഇല്ല. എന്നുവെച്ചാൽ പൊതുസമൂഹത്തെ, ഭക്തജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ളൊരു ബോർഡ് തുടരാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല ബോർഡിന്, നിയമപരമായ അവകാശമില്ല ബോർഡിന്. കുറ്റകരമായ അനാസ്ഥ എന്ന് കേരള ഹൈക്കോടതി ഇത്രയും രൂക്ഷമായി വിമർശിച്ചിട്ടും നാണമില്ലാതെ ആ സ്ഥാനത്ത് തുടരുന്ന ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങളോട്, അയ്യപ്പ വിശ്വാസികളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്. ദേവസ്വം ബോർഡ് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ, ഞങ്ങളുടെ ഇഷ്ടം പോലെ നടത്തും, നിങ്ങളാരാ ചോദിക്കാൻ എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് രാജിവെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അനിവാര്യമായ ഘടകം. ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഇതൊരു സംഭവം മാത്രമാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമല്ല. ഈ കഴിഞ്ഞ 2 മാസം മുൻപാണ് നിലയ്ക്കലിലെ പെട്രോൾ പമ്പിലെ അഴിമതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ സകല അക്കൗണ്ടും ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. കോടതി വിധിയുണ്ടതിന്റെ, സകല അക്കൗണ്ടും ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദേവസ്വം പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം അത്യന്തം പ്രസക്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. യഥാർത്ഥ ഭക്തന്മാര്, അയ്യപ്പന്മാര് ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി അവിടെ എത്തും. എന്താണ് ഇവർ പറഞ്ഞു നടന്നിരുന്നത്? സർക്കാർ നടത്തുന്ന സംഗമമല്ല, ഇത് സ്പോൺസർഷിപ്പിലൂടെ നടത്തുന്നതാണ് എന്നാണ്. മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിരിക്കുകയാണ്, സർക്കുലർ ഇറക്കിയിരിക്കുന്നു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ദേവസ്വം ജീവനക്കാര് പട്ടിണി സമരം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാര് പട്ടിണി സമരം നടത്തി ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ, മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ.